2025 SSLC റിസൾട്ട് പ്രസിദ്ധീകരിക്കുക മെയ് 9-നാണ്. ഇത്തവണ വിജയശതമാനം കൂടുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മെയ് 9-ന് ഉച്ചയ്ക്ക് ശേഷമാണ് റിസൾട്ട് വരിക. റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഗ്രേസ് മാർക്കിലും വർധനവ് വരുത്തിയിട്ടുണ്ട്. ഈ ഗ്രേസ് മാർക്കിന്റെ വർധനവ് എങ്ങനെയാണ് എന്നുകൂടി നോക്കാം. ഇത്തവണ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് വിദ്യാഭ്യാസ വകുപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആദ്യ 4 സ്ഥാനക്കാർക്കാണ് SSLC, HSS, VHSC പരീക്ഷകളിൽ ഗ്രേസ് മാർക്ക് നൽകുന്നത്. സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന മത്സരങ്ങളിൽ മാത്രമല്ല, സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച അസോസിയേഷനുകൾ നടത്തുന്ന മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്കും ഇത് ബാധകമാണ്. മത്സരങ്ങളിൽ വിജയിക്കുന്ന ആദ്യ 4 സ്ഥാനക്കാർക്ക് യഥാക്രമം 20, 17, 14, 7 എന്നിങ്ങനെയാണ് ഗ്രേസ് മാർക്ക് ലഭിച്ചിരുന്നത്. ഇനി 5 മുതൽ 8 വരെ സ്ഥാനക്കാർക്ക് യഥാക്രമം 8, 6, 4, 2 എന്നിങ്ങനെ മാർക്ക് വീതവും ലഭിക്കും. കൂടാതെ സോഷ്യൽ സർവീസ് സ്കീമിൽ A ഗ്രേഡ് ലഭിക്കുന്നവർക്ക് 25 മാർക്കും B ഗ്രേഡിന് 15 മാർക്കും C ഗ്രേഡിന് 10 മാർക്കും ലഭിക്കുന്നതാണ്. അതേസമയം ദേശീയ, അന്തർദേശീയ മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് നിലവിലുള്ള ഗ്രേസ് മാർക്ക് തുടരും. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ 90% അതിനു മുകളിലോ മാർക്ക് നേടുന്നവർക്ക് ഗ്രേസ് മാർക്ക് ആനുകൂല്യം ലഭിക്കില്ല. ഇവിടെ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. കേരള റിസൾട്ട്സ് NIC.in, അതുപോലെ റിസൾട്ട്സ് കൈറ്റ് കേരള gov.in, parishavavan.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് SSLCയുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിലേതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം SSLC റിസൾട്ട് 2025 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ രജിസ്റ്റർ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സഫലം ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിൽ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ രജിസ്റ്റർ നമ്പർ തുടങ്ങിയവ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പം ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ +1 അലോട്ട്മെൻറ്റുകളെ കുറിച്ചുള്ള വീഡിയോസും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.